ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടൈറ്റാനിക് നൈറ്റി ആണ്. നിങ്ങൾ കഫ്താൻ നൈറ്റി ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് അതായത് ഒരു അതായത് സ്ലീവ് വരുന്നത് സെപ്പറേറ്റ് അല്ല, ഷോൾഡറേം തന്നെയായിട്ട് സ്ലീവ് വരുന്ന ഒരു രീതിയാണ്. എന്നാൽ കഫ്താൻ നൈറ്റിയുടെ കംപ്ലീറ്റ് പാറ്റേൺ അല്ല, ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു സമയം, അതായത് നമുക്ക് ഇതിന്റെ സ്ലീവ് വരുന്നത് റെഗ്ലാൻ സ്ലീവ് ആണ്. അതായത് ഷോൾഡറേം തന്നെ സ്ലീവ് വരുവാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം കാണുന്നുണ്ടോ, ഈ ഒരു ഇത് കണ്ടോ, ഇത്രയാണ് നമ്മുടെ സ്ലീവ് ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ബോഡി പാർട്ടാണ്, ഇത് നമ്മുടെ യോക്കിന്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് ഫുൾ ലെങ്ത് വേണം, ഷോൾഡർ വേണം, ആം ഹോൾ വേണം, ചെസ്റ്റിന് 4 വേണം. ആ കാര്യങ്ങളെല്ലാം നമുക്ക് മെഷർമെന്റ് വേണം, നെക്ക് വിഡ്ത്ത് വേണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു തുണി നേരെ മടക്കി ഇട്ടേച്ച് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഫുൾ ലെങ്ത് ഇപ്പോൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ നൈറ്റി തുണിയിലുള്ളത് നമുക്ക് ഫുൾ ലെങ്ത് കിട്ടുകയുള്ളൂ. എന്താണെങ്കിലും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യോക്കും കാര്യങ്ങളും നോക്കിയിട്ട് ഫുള്ളൊന്ന് നോക്കിയാലും മതിയാവും. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന കേസിൽ നമ്മൾ ആദ്യം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് സ്ലീവായിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇത് ഷോൾഡർ ലൈൻ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ലീവ് ലെങ്ത് എത്രയാണോ ആ സ്ലീവ് ലെങ്ത് കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഒരു സ്ലീവ് ലെങ്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, സെപ്പറേറ്റ് അല്ല, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് നേരെ താഴത്തേക്ക് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഷോൾഡർ നമ്മൾ ആം ഹോൾ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുത്തത് അതിന് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നേരെ നോർമലി ചെയ്യുന്ന എന്താണ്, ചെസ്റ്റിനെ 4 വരച്ചു കൊടുക്കും. ജസ്റ്റ് അതൊരു ലൈനായിട്ട് ഇട്ടാൽ മതി, അവിടെ നമ്മൾ എടുക്കുകയില്ല. ജസ്റ്റ് മാർക്ക് ചെയ്തു. ചെസ്റ്റിനെ 4 നമുക്ക് ലൂസ് വേണമെങ്കിൽ ലൂസും തയ്യൽത്തും മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ ഒരു നൈറ്റിക്ക് എന്ന് പറയുമ്പോൾ ചെസ്റ്റിന്റെ ലൈൻ വരുന്നത് ഈ ഒരു യോക്കിന് എൻഡ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആംഹോൾ നിൽക്കുന്നതിന്റെ ഈ ഒരു പാർട്ടായിട്ടായിരിക്കും ചെസ്റ്റ് 4 വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇനി ഇതിന് ലൂസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. കാരണം പ്ലീറ്റ്സ് താഴത്തേക്ക് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്ലീറ്റ്സിൽ നിന്ന് നമുക്ക് ലൂസ് കിട്ടും. ഇൻ കേസ് അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ലൂസ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ലൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എവിടെയാണോ ചെസ്റ്റിന് 4 വരുന്നത് ചെസ്റ്റിന് 4 മാത്രം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തയ്യൽ തുമ്പ് കൂടെ ജസ്റ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കൊടുക്കുക. അപ്പൊ അവിടെ നമ്മൾ ചെസ്റ്റിന് 4 തയ്യൽ തുമ്പ് മാത്രം കൊടുത്താൽ മതി. അതിന്റെ കാര്യം എന്നാ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇനി എങ്ങോട്ടേക്ക് പറഞ്ഞു വരുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാവും. ലൂസ് വേണ്ടവർ ഞാൻ പറയില്ല, ഈ ഭാഗത്ത് ലൂസ് വേണ്ടവർ അങ്ങനെ ചെയ്തോളൂ, അതിനകത്ത് കുഴപ്പമില്ല. ഓക്കെ, നമ്മളിത് ജസ്റ്റ് ഈ ഒരു ചെസ്റ്റ് ലൈൻ വരച്ചിട്ടു. എന്നിട്ട് ഇവിടെ നമ്മൾ നേരെ താഴത്തേക്ക് ജസ്റ്റ് 4 വരച്ച ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ നേരെ താഴത്തേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആം ഹോളിനേക്കാൾ ഒരു 2 ഇഞ്ച് നമുക്ക് അവിടെ ലൂസും തയ്യൽത്തും എല്ലാം കൂടെ വേണ്ടിയിട്ടാണ്. ഈ 2 ഇഞ്ച് പോരാന്നുള്ളവർ കുറച്ചും കൂടെ ലൂസ് കിടക്കേണ്ടവർ 2 ഇഞ്ചുള്ള 2.5 നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ചെസ്റ്റ് ലൈൻ വരുന്നത് അതിന്റെ താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തല്ലോ, നമുക്കിനി ഇവിടെ നമ്മുടെ നെക്ക് ലെങ്ത് എത്രയാണോ ലെങ്ത് വരെ മാർക്ക് ചെയ്തിട്ട് നെക്ക് ഇതേപോലെ വരയ്ക്കുക. നമ്മളിതിന്റെ സ്ക്വയർ നെക്കാണ് നോർമലി നമ്മൾ ഈ രീതിയിൽ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു 2 ഇഞ്ച് വരച്ചൊരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടേക്ക് ഒന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചരിച്ച് നേരെ ഒരു ലൈൻ കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഒരു ഇച്ചിരി കർവിൽ കൊടുക്കണമെങ്കിൽ ഈ ഒരു കോർണർ ഇത് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇതേപോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി ഈ സ്ലീവിന്റെ എഡ്ജ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങോട്ടേക്ക് നിങ്ങളുടെ സ്ലീവ് ലെങ്ത് വരുന്നിടത്ത് നിങ്ങളുടെ വണ്ണം എത്രയാണോ ആ വണ്ണത്തിന്റെ പകുതി പ്ലസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടെ കൊടുക്കുക. അതായത് 1 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽത്തുമ്പോൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. 1 ഇഞ്ച് ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ അത് മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ ഒരു പോയിന്റ് നേരെ നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്ക് ഇതുപോലെ ചരിച്ച് വരയ്ക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ലീവ് ആണ്. കണ്ടോ, ഇത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ യോക്ക് വരുന്നത്. ഈ ഒരു പാർട്ടിലായിട്ടാണ് നമ്മുടെ യോക്ക് വരുന്നത്. അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുവാണ്. കാരണം അവിടെ ജസ്റ്റ് നമ്മുടെ ചെസ്റ്റ് 4 നേരത്തെ ജസ്റ്റ് ഞാൻ വരച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഇനി യോക്ക് വരുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ യോക്ക് ലെങ്ത് 10 ഇഞ്ച് ആണെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മുട്ടിക്കണ്ട ഈ ഒരു പീസ് ഇവിടെ ഇങ്ങനെ ആയിട്ടും വരും. ഈ 2 പീസ് ഇനി താഴത്തെ ഈ സ്കേർട്ട് പാർട്ട് നമ്മൾ തുണി ഇങ്ങനെ കിടക്കുമായിരിക്കും അല്ലെ, ക്ലോത്ത് ഇങ്ങനെ കിടക്കുമായിരിക്കും. ഈ താഴത്തെ ഈ പാർട്ട് എടുത്ത് ഈ 2 പീസിനെ വെട്ടിയെടുത്ത് നമ്മൾ സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് തുണിയിലോട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും.
ഡയറക്റ്റ് ഇപ്പം നിങ്ങൾ കുറേ ഒരു 10-20 പാറ്റേൺ ചെയ്ത് പഠിച്ച ഒരാൾക്ക് ഡയറക്റ്റ് തുണിയിലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ട തയ്യൽത്തും ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് വരും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മൾ പാറ്റേൺ തയ്യാറാക്കിയിട്ട് ചെയ്യുന്നതാണ്. കാര്യം ഡയറക്റ്റ് തുണിയിലോട്ട് എപ്പോഴും അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മനസ്സിൽ കാൽക്കുലേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്താൽ ഇവിടെ ഇത്ര പോകും, അപ്പോൾ ഇവിടെ ഇത്ര കൊടുക്കണം എന്നുള്ള കാൽക്കുലേഷൻസാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്നല്ലേ ഞാനിപ്പോൾ ആ ഒരു ക്ലാസ് തന്നെ എടുത്ത് തന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോകുമല്ലോ എന്നുള്ളതൊക്കെ കണക്കാക്കി നിങ്ങൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഈ നൈറ്റ് പഠിച്ചിട്ട് ഇന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഒന്നിനും ഇത് പഠിച്ച് എക്സ്പീരിയൻസ് ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പാറ്റേൺ തയ്യാറാക്കി ആ പാറ്റേൺ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വരികയില്ല. നമ്മളാ ചെയ്യുന്ന പാറ്റേൺ നമ്മളാ ചെയ്യുന്ന ഗാർമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ പാറ്റേൺ പേപ്പർ പാറ്റേൺ തയ്യാറാക്കിയിട്ട് ചെയ്യിച്ച് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പലരും ചോദിക്കും ഇത് എളുപ്പത്തിൽ അങ്ങ് പഠിക്കാനില്ല, എളുപ്പത്തിൽ അങ്ങ് മാർക്ക് ചെയ്യാൻ. അങ്ങനെ നമ്മൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല. നിങ്ങൾക്ക് നാളെ ഏതൊരു മെഷർമെൻറ്റിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പാറ്റേൺ തയ്യാറാക്കി തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചോണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു മെഷർമെൻറ്റ് ഇട്ടെന്ന് പറയാം, ഇവിടെ നിങ്ങൾ ഒരു 1/2 ഇഞ്ച് കൊടുക്കണം, തയ്യൽത്തും പോകും, ഇതിനും തയ്യൽത്തും വേണം, അതിന് ഇച്ചിരി നീക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആകെ മൊത്തം ഒരുപാട് കൺഫ്യൂഷൻസ് ആകും. അതിന് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും പഠിപ്പിക്കുന്ന പാറ്റേൺ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു സംശയങ്ങളും അതിനകത്ത് ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളുടെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇതുപോലെ പാറ്റേൺ തയ്യാറാക്കി ആലോചിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം ഈ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ്. അപ്പോൾ പാറ്റേൺ നിങ്ങൾ തയ്യാറാക്കി നമ്മൾ ഈ പാറ്റേൺ എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കും, ഇതിന് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കും. അവിടെ കൺഫ്യൂഷൻസ് ഒന്നും വരികയില്ല. ഡയറക്റ്റ് ചെയ്യുന്നതല്ല, ഊഹാപോഹങ്ങളിൽ ചെയ്യുന്നതാണ്. ഒത്ത് കിട്ടിയെന്നിരിക്കും. ഞാൻ പറയാം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതല്ല. നിങ്ങൾക്ക് ഈ പേപ്പറിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഡയറക്റ്റോട് തുണിയിലോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മിസ്റ്റേക്കും ഇല്ല. നിങ്ങൾക്കറിയാം ഇവിടെ തയ്യത്ത് മുടം നീക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. ആ ടൈമിൽ മാത്രം നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് നിങ്ങളുടേതായിട്ടൊരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ നേരെ പാറ്റേണിലൊക്കെ ഈ ഒരു കാര്യം ജസ്റ്റ് ഇനി എനിക്ക് ബോഡി കാണിച്ചു തരാൻ പറ്റില്ല. കാര്യം പാറ്റേൺ ചെയ്യുമ്പോൾ ഈ പാർട്ട് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ അത് ഞാൻ പേപ്പർ പാറ്റേണിൽ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ജസ്റ്റ് ഒരു രൂപരേഖ കിട്ടിയല്ലോ, ഇത് വെച്ചിട്ടോ ഇത് പാടാണെന്നുള്ളതേ ചിന്തിക്കേണ്ട. പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പം പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ആദ്യം ഒരു പേപ്പറിലൊന്ന് ചെയ്യുക. ഇപ്പം ഞാൻ 2ആയിട്ട് മടക്കി ഇടുന്നേ ഉള്ളൂ. കാര്യം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും രണ്ടിനൂടെ ഒറ്റ പാറ്റേൺ നമുക്ക് മതി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ മടക്കി ഇതേപോലെ ഇട്ടു കണ്ടോ. പേപ്പർ നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുക്കുക, നേരെ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇടുക. ഓക്കെ, മടക്കി ഇട്ടേച്ച്. ഇപ്പോൾ ഫുൾ ലെങ്ത് ഒന്നും നമുക്ക് ഇതേ കിട്ടത്തില്ല, നമുക്ക് പകുതി ലെങ്ത് കിട്ടിയാൽ മതി. അത് വെച്ച് പാറ്റേൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പേപ്പർ എടുത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യുന്ന കാര്യം നമുക്ക് ഈ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് ഉള്ളത് തന്നെ ഞാനങ്ങ് എടുക്കുവാണ്. നമ്മളിപ്പോൾ മെഷർമെൻറ്റ് ചെയ്യുന്നത് 40 സൈസ് ചാർട്ടിലാണ് കേട്ടോ. 40 ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പാറ്റേൺ ചെയ്യുമ്പം ആദ്യം നമുക്ക് വേണ്ട ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ഷോൾഡർ അതിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ലെങ്ത് വേണ്ടത് സ്ലീവ് ലെങ്തും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്കിപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്താൽ ഈ ഒരു ഗാർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതേ തന്നെ സ്ലീവ് വരിക. സെപ്പറേറ്റ് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഷോൾഡർ അതായത് നെക്ക് വിഡ്ത്തിൻ്റെ ഇവിടുന്നേ നമുക്കങ്ങ് സ്ലീവ് വരുവാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് ഈ മാർക്ക് ചെയ്ത് ഞാൻ ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എത്രയാണോ നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് വേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് 4 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പൂട് അടക്കം നിങ്ങൾ എത്രയാണോ വേണ്ട 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തയ്യൽത്തുമ്പടക്കം മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ ഞാനൊരു ലൈൻ അങ്ങ് വരച്ചിടുവാണ്. ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ ഞാൻ ആ ഒരു ലൈൻ മാർക്ക് ചെയ്തു. കാര്യം ആം ഹോൾ ലൈൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ നെക്ക് വിഡ്ത്ത് നമുക്ക് മെഷർമെൻറ്റ് ചാർട്ട് പ്രകാരം 7 ഇഞ്ചാണ് 40 ചെസ്റ്റിന്. അപ്പം 7 ഇഞ്ചാണ് 3.5 ഇഞ്ച് ഞാൻ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അപ്പം നെക്ക് വിഡ്ത്തിൻ്റെ ആ ഒരു പാർട്ടും ഇങ്ങനെ നിങ്ങൾ ഓരോ ലൈനും നിങ്ങൾ എഴുതി വെച്ചു. ഇത് നെക്ക് വിഡ്ത്ത്, ഇത് ഷോൾഡർ, ഇത് സ്ലീവ് ലെങ്തിൻ്റെ പാർട്ടാണ്. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു കണ്ടോ. അപ്പോൾ ഓരോ പോർഷൻസും ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൂടെ ഒന്ന് വെച്ചേക്കാം. ഇത് നെക്ക് വിഡ്ത്ത്, ഇത് ഷോൾഡർ, ഇത് സ്ലീവ് ലെങ്ത്. ഈ ഇത്രയും ലൈൻ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു, സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്തു. അല്ല ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ കഴുത്തിറക്കം എത്രയാണ് നിങ്ങൾക്ക് കഴുത്തിറക്കം വേണ്ടത് കഴുത്തിറക്കം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ കഴുത്തിറക്കം ഞാൻ 5 ഇഞ്ചായിരുന്നു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നേരെ ഒരു ലൈൻ കൊടുത്തു കണ്ടോ.
എപ്പോഴും നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു 1/2 ഇഞ്ച് കഴുത്തിറക്കം കുറച്ചൊക്കെ ചെയ്യുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നൈറ്റിക്ക് എന്ന് വെച്ചാൽ വിത്ത് സ്ലീവായിട്ട് വരുന്നത്, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തുറന്നു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരുപാട് കഴുത്തിറക്കം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തത്? നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു, ഷോൾഡർ മാർക്ക് ചെയ്തു, സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എത്രയാണോ നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്തത് അത് തന്നെ നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് ആം ഹോളായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുകയാണ്. ക്ലിയർ ആയിട്ട് വരച്ച് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈനാണ് വരച്ച് കൊടുക്കുന്നത്. കാരണം ഇത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റിൻ്റെ 4/1, ചെസ്റ്റ് 40 ഇഞ്ചാണ്. 40ൻ്റെ 4/1 വരുമ്പോൾ നമുക്ക് 10 ഇഞ്ച് വരും. എക്സ്ട്രാ നമുക്ക് സീം അലവൻസ് കൂടെ മാത്രം ആഡ് ചെയ്ത്, ലൂസ് ഇപ്പം നമ്മളിവിടെ ആഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു പോയിന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മാർക്ക് ചെയ്തിരിക്കും. ഇതെന്താണ്? ചെസ്റ്റും ചെസ്റ്റിൻ്റെ പ്ലസ് 1 ഇഞ്ച് ലൂസും കൂടെ ആണെന്നുള്ളതൊന്ന് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈൻ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ചെസ്റ്റിൻ്റെ 4/1 1 ഇഞ്ച് ലൂസ് നിൽക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ. ലൂസ് നമുക്ക് ഫ്ലെയർ വരുമ്പോൾ വന്നോളൂ, അതുകൊണ്ട് എക്സ്ട്രാ ലൂസ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു നൈറ്റിക്ക് മാത്രമായിട്ട് നമ്മൾ ലൂസ് ആഡ് ചെയ്ത്, കാര്യം ഫ്രില്ലിൽ അത് വന്നോളൂ. അതുകൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നേരെ താഴത്തേക്ക് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നേരെ താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത്, ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആം ഹോൾ പോർഷന് വേണ്ട ലൂസും പിന്നെ 1 ഇഞ്ച് ലൂസ് മതി, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. അങ്ങനെയാണ് 2 ഇഞ്ച്. ഇനി നിങ്ങൾക്ക് ഈ 1 ഇഞ്ച് ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്തായാലും മസ്റ്റായിട്ട് 1 ഇഞ്ച് ലൂസ് വേണം. ഇനി അതല്ല കൂടുതൽ ലൂസ് വേണമെങ്കിൽ നിങ്ങൾ ലൂസിനായിട്ട് നിങ്ങൾ ഒരു 1.5 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പിന് മസ്റ്റായിട്ട് 1 ഇഞ്ച് തന്നെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 1 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം മൊത്തം 2 ഇഞ്ച് മാർക്ക് ചെയ്ത്, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ഈ സ്ലീവ് ലെങ്ത്തിൻ്റെ ഇവിടെ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട സ്ലീവ് റൗണ്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ ലൂസ് വേണമെങ്കിൽ ലൂസ് 1/2 ഇഞ്ച് ആണെങ്കിൽ 1/2 ഇഞ്ച് ലൂസ്, പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, പിന്നെ 1/2 ഇഞ്ച് ലൂസ്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റും ഈ പോയിന്റ് നമ്മൾ ചരിച്ച് ഇതേപോലെ ലൈൻ കൊടുക്കുക. കണ്ടോ, ഇങ്ങനൊരു സ്ലോപ്പ് ലൈൻ കൊടുത്തു. ഓക്കെ, ഇവിടെ വരെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. ഇവിടെ നിങ്ങോട്ടേക്ക് നമ്മളൊരു 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് പോയിന്റ് ഒക്കെ കൊടുത്തു, ഇങ്ങനെയൊക്കെ എല്ലാം കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നെക്ക് ലെങ്ത് കണ്ടോ, ഈ നെക്ക് ലെങ്തിൽ നിന്ന് നമ്മൾ വേണ്ടി ഈ ഒരു നെക്ക് നിങ്ങൾ ലൈറ്റായിട്ട് സ്കെയിൽ വെച്ച് ഒരു ലൈൻ കൊടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് നമുക്ക് കൊടുക്കണം. ജസ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെ ഒന്ന് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പത്തിൽ ഞാൻ നേരെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ വരെ നമ്മൾ വെച്ച് വരച്ചു. ഇനി ഇവിടെ നിങ്ങളുടെ ഇച്ചിരി ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഈ ഒരു ജസ്റ്റ് ഇവിടേക്കാണ് എത്തേണ്ടതെന്നുള്ള മനസ്സിലാക്കാൻ ഞാൻ ഈ ഒരു ലൈൻ ഇട്ടെന്നേ ഉള്ളൂ. ഈ ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യത്തില്ല, നിങ്ങൾ കൊടുക്കുന്ന ഷേപ്പ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു ഷേപ്പ് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ഇനി ചെയ്യുവാണ്, അത് നമുക്കിവിടെ യോക്കും വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈറ്റാനിക് ഒരു ഷേപ്പ് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നൈറ്റി നമുക്ക് ഉണ്ടാവുക. അപ്പം ഈ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടാനൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ പോകുന്നത്, ഈ പീസിൻ്റെ ഈ ഷേപ്പാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ വടി പോലെ ഇരുന്നിട്ട് കാര്യം നമുക്ക് ഷേപ്പ് കിട്ടണം. നടുക്കത്തെ പീസ് ഇവിടെ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ നടുക്കത്തെ പീസിന് നമ്മൾ എത്ര ലെങ്ത് വെക്കുന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടാനുസരണം വെക്കാം. മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മെഷർമെൻറ്റ് ചാർട്ട് നിങ്ങൾക്ക് യോക്ക് ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്, എത്ര? 11 ഇഞ്ച്. അതാ 11 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങളിത് മേളിൽ നിന്ന് എവിടെയാണോ 11 ഇഞ്ച്, ആ 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് ഈ പീസിന് വലുപ്പം വെക്കാതിരിക്കുക. ഇതിൽ എത്ര വേണമെങ്കിലും കുറച്ച് വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ തയ്ക്കുന്ന ആരാണോ ആ പാറ്റേൺ ചെയ്യുന്ന ആ ഡിസൈനറുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചേ വെക്കുന്നുള്ളൂ. അപ്പോൾ 3 ഇഞ്ച് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തേച്ചും ഞാൻ നേടത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറി ഈ ഒരു ലൈൻ കൊടുത്തില്ലേ, ഈ ലൈനിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു കർവ് കൊടുത്തു. ഇങ്ങനെ കർവ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് വേണേൽ ഇതിനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ നടുക്കത്തെ പീസിന് ഒരുപാട് വലിപ്പം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിന്ന് ഒരു കർവ് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇല്ലാന്നിട്ട് നിങ്ങൾ ഇവിടെ എത്ര 3 ഇഞ്ചല്ലേ കൊടുത്ത്, നിങ്ങൾക്ക് ഇവിടെ 3 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ലൈൻ ഉണ്ട്, ഈ ലൈനിലോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേച്ച്, ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തേച്ച് നിങ്ങൾക്ക് കർവ് വരയ്ക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ
ഇത് ഇവിടെ എത്ര വീതി ഇട്ടത് 3 ഇഞ്ചായിട്ടത്. ഇങ്ങനെ ഒരു ചരിച്ച് ലൈൻ വന്നില്ലേ, ഈ ലൈനിലോട്ട് നിങ്ങൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 2.5 നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഈ കർവ് ഇങ്ങനെ വന്ന് നിന്നോളൂ. അപ്പോഴും നല്ലൊരു ഷേപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഞാനൊരു ഷേപ്പ് ഇട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം, ഇപ്പം ഈ ഒരു പീസ് ഇങ്ങനെ ഇരിക്കല്ലേ, ഈ പീസ് നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടില്ല. ആ ഷേപ്പ് ഞാൻ കൊടുക്കുന്നതായിട്ട് ഇവിടുന്ന് ഈ ഒരു പീസിൻ്റെ ഷേപ്പ് ഞാൻ ഇവിടുന്ന് കയറി, അത് ഞാൻ വരയ്ക്കുന്നത് പോലെ ഇരിക്കും, നിങ്ങൾ വരയ്ക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതിന് ഈ ഒരു വള്ളം പോലെ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വള്ളത്തെ കുറയ്ക്കാണ്ട് ഞാൻ വേണ്ടത് എനിക്കിതിൻ്റെ ഈ നടുക്കത്തെ ഈ ഒരു പീസിൻ്റെ വള്ളം ഇവിടെ വരെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതായത് ഈ നടുക്കത്തെ യോക്ക് ഇങ്ങനെ മതി കണ്ടോ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഒരു പീസിനെ ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിക്കണമെങ്കിൽ ഇങ്ങനെ കർവ് എടുത്തല്ലേ പോകാൻ പറ്റുള്ളൂ കണ്ടോ. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ഇപ്പം വേണ്ടത് ഈ പീസ് യോക്കിൻ്റെ പീസ് ഇവിടെയായി, സ്ലീവിൻ്റെ പീസ് ഇവിടെ. എന്നിട്ട് ബാക്കിയുള്ള ലൈൻസ് എല്ലാം നമുക്കങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി കണ്ടോ. ബാക്കിയുള്ള ലൈൻസ് എല്ലാം ഞാനങ്ങ് മായ്ച്ച് കളയുവാണ്. ഇത് ഒറ്റ പീസായിട്ട്, സ്ലീവിൻ്റെ ഒറ്റ പീസായിട്ട് ഇതിരിക്കും, ഇത് യോക്കിൻ്റെ പീസ് ഇരിക്കും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ ഒതുക്കം. ഇതിനെ നീട്ടി വരച്ച് ഇത് ഷേപ്പ് മാറും. ഇന്ന ഷേപ്പിലെ വരയ്ക്കാവുന്നില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പിനെ മാറ്റം വരുത്തിയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചുമ്മാ ഒരു കർവ് ഇങ്ങോട്ടേക്ക് കൊടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ലെങ്ത് കൊടുത്ത് ഇങ്ങനെ കൊടുത്താൽ ഈ പീസ് കിട്ടും. നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ പീസ് നിങ്ങൾ കൊടുക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ വലിപ്പവും വ്യത്യാസങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ കൈ വെച്ച് ഞാൻ ഒരു ഷേപ്പ് കണ്ടിങ്ങനെ കൊടുത്തു. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഷേപ്പ് പോലെ ഇരിക്കും. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ കാര്യം കറക്റ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇത്ര വലിപ്പം മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് ലെങ്ത് ഇത്രയുമാണ്. യോക്കിന് നിങ്ങളാണ് നിശ്ചയിച്ച 3 ഇഞ്ച് മതി. നിങ്ങൾക്ക് 4 ഇഞ്ച് വേണം, 4 ഇഞ്ച് ഇവിടെ കൊടുക്കാം. 4 ഇഞ്ച് കൊടുത്തേച്ചും ഈ ചരിഞ്ഞൊരു പോയില്ലേ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കോർണർ ചുമ്മാ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ചിനെ കൊടുത്തിട്ട് അങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഈ പീസിൻ്റെ വീതി ഈ വീതിയാകും. പിന്നെ ഇത് ഇങ്ങോട്ട് കർവ് എടുക്കുമ്പോൾ അതിൻ്റെ വീതിയും വരും. അത് നിങ്ങൾ വരയ്ക്കുന്നത് പോലെ ഷേപ്പുകൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കൊടുത്തു. ഇനി ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇനി ഈ ഒരു ഇതിന് ഇച്ചിരി കൂടെ ഇത് ഇച്ചിരി കുറഞ്ഞു പോയി, എനിക്ക് ഇവിടെ ഇച്ചിരി കൂടെ കൂട്ടണമെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇച്ചിരി ഒന്ന് കൂട്ടിയാൽ മതി. എന്നിട്ട് ഇതിനെ അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. അങ്ങനെയുള്ള ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വരച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇടണം കേട്ടോ. ഇത്ര പേപ്പറെ വരച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇടണം. അപ്പോൾ ഞാൻ ഇനി ഇതിനെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കുവാണ് കേട്ടോ. ഇത് ഈ ഒരു പീസ് ഇങ്ങനെ, ഇതിപ്പോൾ നമ്മുടെ എന്താണ്, ഇത് നമ്മുടെ യോക്കിൻ്റെ പാർട്ടാണ്. ഇത് നമ്മുടെ യോക്കിൻ്റെ പാർട്ടാണ്. ഇനി കട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി വരയ്ക്കുന്നത്. ഇത് നമ്മുടെ നെക്കിൻ്റെ, അതായത് നമ്മുടെ ഇത് നമ്മുടെ എന്താണ്, സ്ലീവിൻ്റെ പാർട്ടാണ്. സ്ലീവിൻ്റെ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുവാണ് കണ്ടോ. ഇനി ബാക്കി ഇടയ്ക്കത്തെ ലൈനുകളെല്ലാം ഞാനങ്ങ് മായ്ച്ച് കളയുവാണ് കണ്ടോ. ഈ ലൈനിൻ്റെ ഒന്നും നമുക്കിനി ഇല്ല. നമുക്കിനി ആവശ്യമുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്. അതുപോലെ ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചേക്കണം. നെക്കിൻ്റെ ലെങ്ത് ഇങ്ങോട്ടേക്കൊന്ന് നീട്ടി വരച്ചേക്കണം. കാരണം അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ ഈ പീസ് നിൽക്കണം, ഇവിടെ ഈ പീസ് നിൽക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമ്മൾ ഒരു തുണിയിലേക്ക് വെട്ടുമ്പോൾ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ഇത്ര നമുക്ക് തയ്ച്ച് പോകത്തില്ല, ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വേണം. ഈ പീസൊക്കെ ചുറ്റും നമുക്ക് തയ്യൽ തുമ്പ് അതൊക്കെ പോകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ തുണിയിൽ വെട്ടുന്ന ടൈമിലായിരിക്കും നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ബാക്കി സ്കേർട്ടിൻ്റെ പാർട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിനെ വെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടാണ് സ്കേർട്ടിൻ്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത്രയും പാറ്റേൺ നമ്മുടെ നിർബന്ധമായിട്ട് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു 2 സംഭവം വെച്ചിട്ടാണ് നമ്മളിനി യോക്കിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വേണ്ടത് ഞാൻ ഈ ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും കാര്യമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇത് വെച്ചാണ് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നത്, തുണിയിലോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുവാണ്. ആദ്യം ഞാൻ ഈ നടുക്കത്തെ ഈ യോക്ക് പീസിനെ കട്ട് ചെയ്തെടുക്കുവാണ് കണ്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പം ഇവിടെ നമുക്കിത് എവിടെയാണ് കറക്റ്റ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്തിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം. എന്നിട്ട് ഇവിടെ നേരെ ഇങ്ങനെ ഇട്ടേക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യേണ്ട കണ്ടോ. ഇത് ഷോൾഡറോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്യാനായിട്ടില്ല. ഇവിടെ വരെ കൊണ്ടുവന്നു. എന്നിട്ട് ഇത് ചരിച്ചതുപോലെ കട്ട് ചെയ്തു. കണ്ടോ, ഇത് നമ്മുടെ തിരിഞ്ഞു പോകരുത്. ഇത് നമ്മുടെ എന്താണ്, ഷോൾഡർ പീസാണ്. ഇത് നമ്മുടെ നടുക്കത്തെ പീസ്. ഇത് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യും. താഴെ നമുക്കിനി ഇങ്ങോട്ടേക്ക് സ്കേർട്ട് പാർട്ടൊക്കെ ഞാൻ ഒരു പീസിനെ അങ്ങ് മാറ്റി വെക്കുകയാണ്. നടുക്കത്തെ യോക്ക് ഫുള്ളായിട്ടിരുന്നോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും കയ്യിൽ തന്നെ ഇപ്പം
ഇത് ഇങ്ങനെ നമ്മൾ ഇതുപോലെ നമ്മൾ തുണി മടക്കി ഇട്ടേച്ചും ഈ ഒരു സൈഡ് വെച്ചിട്ട് കണ്ടോ. ഇനി ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാനേ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ മാക്സിമം വേണ്ടത് ഇത് ഇത്രയും കാണുന്ന ഇവിടം തൊട്ട് കണ്ടോ, ഇവിടം തൊട്ട് ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവിൻ്റെ പാർട്ട് വരുന്നത്. അത് ഞാൻ മാക്സിമം ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ഇവിടം തൊട്ട് ഇവിടെ വരെ നമുക്ക് താഴത്തെ സ്കേർട്ട് പാർട്ടിൽ അറ്റാച്ച്ഡ് ആവുന്ന ഭാഗമാണ്. എവിടെ നിന്ന് മുതലാണ് വേണ്ടത് ഈ പോർഷൻ മുതൽ കണ്ടേ ഇവിടം തൊട്ട് ഇവിടെ വരെ. മനസ്സിലായി? അത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈൻ ഇതാണ്, മറന്നു പോകില്ല. ലൈൻ നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ലൈൻ തൊട്ട് ഇവിടെ വരെ നമ്മൾ നമ്മുടെ ക്ലോത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ആകേണ്ട പോർഷനാണ്. കണ്ടോ, ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത് കണ്ടോ, ഇത് ഈ വെച്ചിട്ട് പോർഷൻ. അപ്പോൾ ഇവിടെ തൊട്ട് താഴത്തെ ബോഡി പാർട്ടായിട്ട് താഴത്തെ സ്കേർട്ട് പാർട്ടായിട്ട് അറ്റാച്ച്ഡ് ആവണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ ഇങ്ങനെ നേരെ വെക്കുമ്പോൾ നമുക്ക് തുണിയിൽ കിട്ടണം. തുണിയെ കിട്ടുന്ന രീതി നേരെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രേസ് ചെയ്തു. കണ്ടോ, അതായത് ഇങ്ങനെ പകുതി മുറിഞ്ഞ് ഇത് തുണി ഇല്ലാത്തടത്തോട്ട് ഇരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. നേരെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭാഗവും നമ്മുടെ തുണിയിൽ കവറായെങ്കിൽ നമുക്ക് നേരെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ട്രേസ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി പോസ്റ്റാണല്ലോ ഇതിനെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തു. കണ്ടോ, ചേർത്ത് വെച്ചിട്ട് കണ്ടോ, ഇത് നേരെ തന്നെ നിൽക്കുക, ഇത് ചരിഞ്ഞോ നിൽക്കല്ലേ, നേരെ തന്നെ നിർത്തി വെച്ചും നമ്മൾ വേണ്ടത് ഇതും കൂടി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്തേച്ച് ഇവിടെ വരെ മാർക്ക് ചെയ്തില്ലേ, ബാക്കിയുള്ള തുണിയിലോട്ട് നേരെ അങ്ങ് മാർക്ക് ചെയ്യുക. ഇവിടെ വരെ അല്ലായിരുന്നു. ഈ ബാക്കിയുള്ള ഇതാണ് പ്ലീറ്റ് ഇട്ടിട്ട് കുറച്ച് നമ്മൾ ഈ സൈസാക്കി മാറ്റിയെടുക്കണം. ഇപ്പം തുണിയിൽ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് നമ്മൾ വേണ്ടത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും. തുണിയെ നമ്മൾ എന്നിട്ട് നേരെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യും. തുണിയെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമല്ലോ. ഇപ്പം തുണിയിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും പേപ്പർ പാറ്റേൺ വെച്ച് തന്നെ. കണ്ടോ, ഇതിങ്ങനെ നിവർത്തുമ്പോൾ ഈ ഒരു പേപ്പർ ഇത്രയും ഉണ്ടാവും. കണ്ടോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് കണ്ടോ, ഈ പീസ് നടുക്കത്തെ യോക്കാണ്. ഈ പീസിൻ്റെ അതായത് ഈ എഡ്ജ് തൊട്ട് ഈ കോർണർ വരെ ഇതിനകത്ത് നിൽക്കേണ്ട. ഇത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കുറച്ചുരുക്കി കൊണ്ടുവരണം. ജസ്റ്റ് ഞാൻ പ്ലീറ്റ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ് നമ്മളിവിടെ ടൈറ്റാനിക്കിന് ഫ്രണ്ട് പ്ലീറ്റ് വേണ്ടേ, ആ പ്ലീറ്റിനെ ഇട്ടേച്ചും പേപ്പർ ആയതുകൊണ്ട് നമുക്ക് പ്ലീറ്റ് ഇടാനായിട്ടൊരു പ്രയാസം. ഞാൻ ചുമ്മാ കണക്ക് നോക്കാം, ചുമ്മാ അങ്ങ് പ്ലേറ്റ് ഇട്ട് പോകും. നിങ്ങളെ ഒന്ന് കാണിക്കാനൊക്കെ ഉണ്ട്. കേട്ടോ, ഈ പീസ് ഇങ്ങോട്ട് വെക്കുന്ന രീതിയിലുള്ള പ്ലേറ്റ് ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കണക്കാക്കി ഇതും ജോയിൻ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, അതെ ഒരേപോലെ ഇങ്ങനെ നിൽക്കണം. ചെറിയൊരു പ്ലീറ്റ് കൂടെ എടുത്താലേ പറ്റത്തുള്ളൂ. പേപ്പറിലായത് നമുക്ക് ഇത് ഇച്ചിരി നല്ല കട്ടിയുള്ള പാറ്റേൺ പേപ്പറായത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഇച്ചിരി ഇടാനായിട്ടൊക്കെ നമുക്കൊരു പ്രയാസമൊക്കെയാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് കണക്ക് ഇത്രയും തുണി ഇങ്ങനെ നിൽക്കുക നമ്മൾ നീട്ടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കണക്കാക്കി ഈ ഒരു ലെവലിൽ കണക്കാക്കി നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് മാറ്റി. കണ്ടോ, ഇതുപോലെ പ്ലീറ്റ് ഇട്ട് മാറ്റി. ജസ്റ്റ് ഞാനിങ്ങനെ കുറച്ചിരിക്കുക ഒരു ടേപ്പ് അങ്ങ് ഒട്ടിക്കാനായിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ പ്ലേറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ പ്ലേറ്റ് ഇട്ട് ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇവിടെ കൊടുക്കും. ജസ്റ്റ് അറ്റാച്ച് ചെയ്തൊന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അറ്റാച്ച് ചെയ്തു. ഇപ്പം ഈ നൈറ്റി ഇത്രയായില്ലേ. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവ് പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് വേണ്ടത് ഇവിടെ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റായി നൈറ്റിയുടെ വൺ സൈഡ് കഴിഞ്ഞ് ഇപ്പുറ സൈഡ് ഇതേപോലെ നമ്മൾ ആ മാർക്കിംഗ് ഇട്ട് കൊടുത്തെങ്കിൽ അത് പറ്റുള്ളൂ. കറക്റ്റായിട്ട് അത് ജോയിൻ്റായി വരും. കണ്ടോ, നൈറ്റി കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇപ്പം എല്ലാം കറക്റ്റ് ആയില്ലേ. ഇങ്ങനെ എല്ലായിടത്തും ഞാൻ ജസ്റ്റ് ഇത് ഒട്ടിച്ചേക്കാം, അല്ലെങ്കിൽ ഇളകി മാറും. കണ്ടോ, ഈ മാർക്കിംഗ് എന്തിനാണ് കൊടുത്തത് മനസ്സിലായി. കൃത്യം ഇത് ഇവിടെയും വന്നു, ഈ ഒരു പാർട്ട് ഇവിടെയും വന്നു. കണ്ടോ, ഇങ്ങനെ നമ്മൾ മാർക്കിംഗ് ചെയ്തെങ്കിൽ, ഇങ്ങനെ മാർക്കിംഗ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇതുപോലെ പേപ്പർ പാറ്റേൺ ചെയ്ത് നിങ്ങൾ നൈറ്റി നോക്കണം. നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ തുണിയെടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ പേപ്പർ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, തുണിയിൽ ഇപ്പം നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കറക്റ്റ് അളവല്ലേ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാറ്റേൺ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേപ്പറെ കറക്റ്റായിട്ട് നെക്കൊന്നും ഒതുങ്ങി പോകാതെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നെക്ക് ലെങ്ത് നെക്ക് വിഡ്ത്തും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ നടുക്കത്തെ പീസ് മാറ്റി വേറെ പീസ്, ഇപ്പം ഈ ഒരു ഭാഗത്ത് ഞാനിതല്ലേ വെച്ചാൽ വേറെ നല്ല ഭംഗിയുള്ള പീസ് വേറെ ഏതെങ്കിലും കളർ വെച്ചാൽ നല്ല ഹൈലൈറ്റ് ആണ് ഈ നൈറ്റിക്ക്. ഇതുപോലെ തന്നെയാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം ഇവിടെ ജോയിൻ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നിവർന്ന് കിടക്കായിരിക്കും. ഈ പീസ് ഇതേപോലെ തന്നെ അങ്ങാ സൈഡിൽ നമ്മളങ്ങ് വെച്ച് കൊടുക്കാം. കണ്ടോ, പാറ്റേൺ ചെയ്തപ്പോൾ മെത്തേഡ് മനസ്സിലായില്ലേ.
അപ്പോൾ ഞാൻ നൈറ്റി ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ മൊത്തം തുണിയും വിടർത്തി വെച്ചിട്ട് ഞാൻ ഇതുപോലെ റോങ് സൈഡ് എടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീതിപ്പാട് ഇതേപോലെ മടക്കി എന്നിട്ട് നേരെ താഴത്തേക്ക് മടക്കി. നമ്മൾ നൈറ്റിക്കെല്ലാം നേരത്തെ നൈറ്റിക്കൊക്കെ മടക്കിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കണ്ടോ. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം നേരെ ഇനി ടേബിളിലേക്ക് മടക്കിയിട്ട് നേരെ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ക്ലോത്ത് ഇതേപോലെ 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള സൈഡാണ് കണ്ടോ, 4 ആയിട്ട് മടക്കിയതിൻ്റെ ആ കോർണർ സൈഡാണ്. ഇവിടെയാണ് നമ്മൾ നെക്ക് വിഡ്ത്തും ഷോൾഡറും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ മടക്കിയിട്ടു. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പാറ്റേൺ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തുണിയിൽ ഡയറക്റ്റ് ചെയ്യാതെ പാറ്റേൺ ചെയ്ത് മാത്രം ചെയ്തു പോകാൻ. തുണിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന തയ്യൽ തുമ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇതേപോലെ മടക്കിയിട്ടു. ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ആ പാറ്റേൺ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സ്കേർട്ട് പാർട്ടൊന്നും വേണ്ട. ഈ ഒരു പാറ്റേൺ നടുക്കത്ത് നമ്മുടെ യോക്കിൻ്റെ പാറ്റേൺ നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അതിനെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ പേപ്പറിൽ നിങ്ങൾ ഏത് സൈസിനാണോ ചെയ്യുന്നത് ആ സൈസിൻ്റെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ സൈസ് പാറ്റേൺ ഉണ്ടാക്കില്ല, ഇതുപോലെ നിങ്ങൾ ആ സൈസിനെ വെച്ച് ചെയ്ത് ഇതുപോലെ പാറ്റേൺ വെക്കുക. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി അതല്ല നിങ്ങൾക്ക് അന്നേരം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഓരോ തവണയും ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ ഇനി ഈ ഒരു പാർട്ട് ഞാൻ വേണ്ടത് ഈ സൈഡിൽ നിന്നായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ട്രേസ് നമ്മൾ ഓൾറെഡി പാറ്റേൺ തയ്യാറാക്കി വെച്ചിരിക്കുമായിരുന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ഇതുപോലെ വെച്ചു എന്നിട്ട് ഇതുപോലെ മാർക്കിംഗ് ചെയ്യുവാണ്. ഇതുപോലെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വേണ്ടത് ഈ ഒരു കോർണേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു നെക്ക് വിഡ്ത്തിൻ്റെ പോർഷനൊക്കെ ഉണ്ട്, അത് ഈ തുണിയിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു പാർട്ട് കാര്യം നമുക്ക് അതവിടെ തയ്യൽ തുമ്പ് കിട്ടേണ്ടതാണ്. എന്നിട്ട് ഞാൻ ട്രേസ് ചെയ്തിട്ട് ഈ പീസിനെ അങ്ങ് മാറ്റി വെച്ചും. നമുക്കിനി ഇവിടെ തയ്യൽ തുമ്പ് വേണ്ടേ, നമുക്ക് മടക്കി അടിക്കുമ്പോഴും നമുക്ക് ചെയ്യുമ്പോഴും എല്ലാം 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് മാത്രം മതി അത് കേട്ടോ. ഈ വണ്ണത്തിനകത്ത് വേണ്ട, ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. എല്ലാം തയ്ച്ച് കഴിയുമ്പോൾ അത്രയും കൂടെ അവിടെ കുറയും. അതുകൊണ്ട് കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് വ്യത്യാസം വന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു ശരിക്കും വരേണ്ടത്. തയ്ക്കേണ്ട രീതി ഇങ്ങനെ കണ്ടോ, ജസ്റ്റ് ആ മാർക്കിംഗ് ഒന്ന് ചെയ്തിട്ടേക്കണം. ഇനി ഇത് നടുക്കത്തെ യോക്കിൻ്റെ പീസ് അത് എവിടുന്ന് വേണം കട്ട് ചെയ്യാം, ഇതേ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ പീസ് കട്ട് ചെയ്തെടുത്താലായാലും മതി. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഈ ഒരു താഴത്തെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാണ്ട് ഈ ഒരു പീസ് ഞാൻ ഈ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തില്ല, ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഞാനിതങ്ങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോർണർ കണ്ട് ഇതുപോലെ വെച്ചു. കോർണർ കണ്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിവർത്തി കഴിയുമ്പോൾ ഒന്നായിട്ട് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ വെച്ചിട്ട് എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. ഇത് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതേപോലെ വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ട്രേസ് ചെയ്തേച്ചും എനിക്കിതിന് ചുറ്റും തയ്യൽ തുമ്പ് വേണ്ടായോ, ഞാനിത് മടക്കി അടിക്കാനായിട്ട് എല്ലായിടത്തും ഒരു 1/2 ഇഞ്ച് എല്ലാ സൈഡിലും ഇതുപോലെ 1/2 ഇഞ്ച് കണ്ടോ സീം അലവൻസും കൂടെ കൊടുത്തിട്ടാണ് കണ്ടോ. ഇതുപോലെ സീം അലവൻസ് കൂടെ കൊടുത്ത് നമ്മുടെ സീം അലവൻസ് ആണ് കണ്ടോ, സീം അലവൻസ് ആണ്. ഈ ഒരു പാർട്ടിൽ ഇത് സീം അലവൻസ് ആണ് കണ്ടോ. കണ്ടോ സീം അലവൻസ് എല്ലാം മാർക്ക് ചെയ്തൊക്കെ നിങ്ങൾക്കത് മനസ്സിലായി. ഇത്ര മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് യോക്കിൻ്റെ പീസ്, ഇത് നമ്മുടെ സ്ലീവിൻ്റെ പീസ്, ഇത്ര മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് താഴത്തെ സ്കേർട്ട് പാർട്ട് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു പാറ്റേണിനെ നമ്മൾ ഇതിനെ ഇപ്പം നമുക്ക് വെട്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാൻ പറ്റത്തില്ല തുണിയിലായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പാറ്റേൺ മസ്റ്റ് ആയിട്ട് വേണമെന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമില്ലേ നമ്മുടെ ഇത് സ്ലീവിൻ്റെ വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം എഡ്ജിലായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതി ഇതേപോലെ വെക്കുക. എഡ്ജിലായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതി വെക്കുക. ഈ ഒരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു മാർക്കിങ്, നമ്മുടെ ഈ ഒരു യോക്ക് വരുന്നതിൻ്റെ അവിടുത്തെ ഈ ഒരു ഈ മാർക്കിങ് നമ്മൾ ഈ വരച്ച് വെച്ചതിലൊന്നും ടച്ച് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ വെക്കുക. കണ്ടോ ഇത് നേരെ ആയിരിക്കണം. എന്തായാലും ഈ പീസിന് ചരിവൊന്നും വളരെ നേരെ ആയിരിക്കണം വെക്കുന്നത്. ഞാൻ എന്തായാലും ഈ പീസ് നേരെ സ്ക്രീനിലൊന്ന് നേരെ വെച്ചൊന്ന് കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ സ്ക്രീനിൽ നേരെ വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി. ഇവിടെ നമ്മൾ ഈ ഒരു പീസ് വെട്ടി, ഇത് നമ്മുടെ യോക്കിൻ്റെ പീസ് വെട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് താഴത്തെ സ്കേർട്ടിന് വേണ്ടിയിട്ട് ചെയ്യുമ്പം വെച്ചിട്ട് ഈ പീസിനെ വെട്ടിയെടുത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് തുണിയിൽ നമ്മളിപ്പോൾ ആദ്യമേ നമുക്കങ്ങ് വെട്ടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഊഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പാറ്റേൺ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഊഹിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റായിട്ട് നമുക്ക് വെച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നേരെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങോട്ട് തിരിച്ച് തുണി ഇട്ടത് കേട്ടോ. അപ്പം ഇതേ നോക്കിക്കേ, ഈ ഒരു ഭാഗം ഞാൻ നേരെ
ഈ ഭാഗം ഉണ്ടല്ലോ 2 ഇഞ്ച് വരുന്ന ഭാഗം, അതിനെ ഇങ്ങോട്ടേക്ക് നമ്മുടെ തുണിയുടെ അരികത്തോട്ട് ചേർത്ത് വെച്ചു. ചേർത്ത് വെക്കുമ്പോൾ ദേ ഈ പീസിൻ്റെ മണ്ടയ്ക്ക് ഇത് കയറി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ മേളിൽ നിൽക്കുക ടച്ച്. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഒന്ന് ഇറക്കി വെച്ചു. ഇച്ചിരി ഒന്ന് ഇറക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ചു. കണ്ടോ, സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു. ഇപ്പോൾ തേണ്ടത് നോക്കിക്കേ, ഇതേ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ തേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആ കയറും അതേപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വരച്ചു. കണ്ടോ, വരച്ചു. ഇവിടെ വരെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങ് എടുത്തു. കണ്ടോ, ഇതിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യം നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു പീസിലുള്ള തയ്യൽ തുമ്പാണ്. ഇതിവിടെ ഇനി മാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, താഴത്തെ ഫുൾ ലെങ്തിനകത്തത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ചത്? ഇത് ഇതേപോലെ വെച്ചു. എന്നിട്ട് തയ്യൽ തുമ്പ് ജസ്റ്റ് കണ്ടോ മേളത്തേക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ കൊടുത്തു. ഇനി ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് വെക്കുമ്പോൾ നിങ്ങൾ ചരിഞ്ഞ് പോയി നിങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് നിൽക്കും. അത് ഇങ്ങനെയൊക്കെ ചരിച്ച് വെച്ച് ഈ ഭാഗം തുറന്ന് ഇങ്ങനെ നിൽക്കും. നേരെ തന്നെ ആക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. നേരെ തന്നെ ആക്കിയിട്ട് നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, കറക്റ്റായിട്ട് നേരെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് വെക്കുമ്പോൾ ഇതിനോട് ചേർത്ത് ഈ നമ്മുടെ ഈ പേപ്പർ പാറ്റേണിനോട് ചേർത്ത് നേരെ തന്നെ കറക്റ്റാക്കി വെച്ചു. കറക്റ്റാക്കി വെച്ചേച്ച് നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടുന്ന് നേരെ ഇതിനെ ട്രേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോ, ട്രേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ഇവിടെ വരെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടുള്ളൂ. ഇത് ബാക്കി നമ്മൾ നേരെ എടുക്കുന്ന നമ്മുടെ പ്ലീറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ നേരെ തന്നെ കൊടുത്തേക്കുക. കണ്ടോ, ഓരോ പോർഷൻസ് നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ എടുത്ത് മാറ്റുമ്പോൾ കണ്ടോ ഇത്രയും നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് തയ്യൽ തുമ്പ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി കണ്ടോ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് തയ്യൽ തുമ്പ് എടുത്തിട്ടില്ലേ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ വരച്ച് കൊടുത്തോടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടായോ. കാരണം ഇവിടെ വരെയാണ് ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെയും കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു. ഇത് നമ്മുടെ എന്താണ് തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പ് കൊടുത്തു. ഇതേപോലെ തന്നെ ഈ ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇഞ്ച് നമ്മൾ ഇവിടെയും കൂടെ തയ്യൽ തുമ്പ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എന്തായി? സീം അലവൻസ് ആഡായി. നമ്മൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ ഈ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ ഒരു ഭാഗത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇവിടെ നമ്മളൊരു സീം അലവൻസ് 1/2 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഇവിടെ നമ്മൾ തയ്ച്ചു പോകുന്ന ഭാഗമാണ്. ഇത്ര നമ്മൾ സീം അലവൻസ് നമ്മൾ തയ്ച്ചു പോകുന്ന ഭാഗമാണ്. ബാക്കിയുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം മാർക്ക് ചെയ്തെല്ലാം ഇട്ടു. കാരണം ഇതുപോലെ നമ്മൾ ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൊടുക്കാനായിട്ട് നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇവിടം തൊട്ട് ജസ്റ്റ് ഈ കട്ടിങ് എല്ലാം ഇങ്ങനെ ഇവിടെ തൊട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടം തൊട്ട് താഴോട്ടാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് നമ്മൾ ടേപ്പയിൽ മെഷർമെൻറ്റ് എടുക്കണം. ഇപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ ഫുൾ ലെങ്ത് 50 ഇഞ്ച് ആണെങ്കിൽ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ യോക്ക് ചേരുന്ന ഈ ഒരു പോയിന്റില്ലേ, അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെ എത്ര ഉണ്ടോ നോക്കുക. അപ്പോൾ അതെന്ന് പറയും നമുക്ക് 8 ഇഞ്ചാണ് വരുന്നത്. 8 ഇഞ്ചാണെങ്കിൽ നമ്മുടെ ഫുൾ ലെങ്ത് നമുക്ക് 50 ഇഞ്ചാണ്. 50 നിന്ന് 8 കുറച്ചാൽ നമുക്ക് എത്ര ഉണ്ടാവും? 50 നമുക്ക് 8 കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് വേണ്ടത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? 50 നിന്ന് 8 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 42. ബാക്കി 42 ഇഞ്ച് നമ്മുടെ ഈ വെട്ടി വെച്ചിരിക്കുന്ന കോർണറിലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതേപോലെ കണ്ടോ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അത് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു ലെങ്ത് വരെ ഞാൻ എടുക്കുന്നുള്ളൂ. കണ്ടോ, പ്ലസ് തയ്യൽ തുമ്പും കൂടെ നമുക്ക് തയ്യൽ തുമ്പ് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്കവാറും നിങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് 55 ഇഞ്ചൊക്കെ നൈറ്റിക്ക് ഇറക്കമാണെന്നുണ്ടെങ്കിൽ മേളത്തെ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ 8 ഇഞ്ചാണ്. ഇപ്പം നിങ്ങൾക്കൊരു 58 ഇഞ്ച് ലെങ്താണ് നിങ്ങൾക്ക് നൈറ്റിക്ക് വേണ്ടെങ്കിൽ 58 നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്ത് എത്ര വരും? 50 ഇഞ്ച്. 50 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു കോർണറില്ലേ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള 50 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത്രേ വേണ്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. കാര്യം പകുതി ബാക്കി ഭാഗത്താണല്ലോ, ബാക്കി പകുതിയാണ് ഈ കോർണറിൽ നിന്നാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇതേപോലെ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 50 ഇഞ്ചാണ് വിട്ടത്. അപ്പോൾ ബാക്കി 8 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ ഒരു കോർണറിൽ നിന്ന് 48 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പം 42 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പ്ലസ് ഞാൻ 1 ഇഞ്ച് മതി തയ്യൽ തുമ്പ്. ആ 1 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ
മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ലെങ്തും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ചെറിയൊരു കർവ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കർവ് നമ്മൾ ഇവിടെയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ നടുക്കത്തെ യോക്കിൻ്റെ പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് ഞാൻ ഫ്രണ്ട് പാർട്ടിൽ ഈ വേറെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. സെയിം ഇതുപോലെ ട്രേസ് ചെയ്തെടുത്താൽ മതിയല്ലോ. കണ്ടോ? അപ്പോൾ ഈ പീസ് ഒന്ന് കാണാതെ പോലെ കട്ട് ചെയ്യുന്നെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് താഴത്തെ ഈ ഒരു പാർട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കട്ട് ചെയ്തെടുക്കുവാണ്. കണ്ടോ? അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗം ഇതേപോലെ കണ്ടോ ഇതേപോലെ കട്ട് ചെയ്ത് ഇനി ഞാൻ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം കണ്ടോ കറക്റ്റ് ചേർന്ന് കഴിയുമ്പോൾ ഇതിൽ 1/2 ഇഞ്ച് മുകളിലേക്ക് ഞാൻ കയറ്റി വെച്ച് കൊടുക്കാം. നടുക്കത്തെ പീസ് ഇവിടെ ഇങ്ങനെയായിട്ട് അത് ഞാൻ 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റുക. ബാക്കി ഭാഗം എന്താണ് ഫ്രില്ലിട്ടിട്ട് ഇങ്ങനെ ചുരുങ്ങി ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നോളും. കണ്ടോ? ഇനി നമുക്ക് താഴത്തെ ലെങ്ത് നമ്മൾ കട്ട് ചെയ്തില്ലല്ലോ, അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കൂടുതലിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ ലെങ്തും കൂടെ നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. താഴത്തെ ലെങ്തിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ അതെ ഇതേപോലെ നമ്മൾ കണ്ടോ ഇവിടുന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ചിലപ്പോൾ നൈറ്റി തുണി നിങ്ങൾക്ക് വേണ്ട ലെങ്ത് കുറവായിരിക്കും, ഉള്ളതേ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ? അപ്പം നമ്മളിവിടെ നൈറ്റിയുടെ ഈ താഴത്തെ ഈ പാർട്ടും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. നൈറ്റിയുടെ ഇത് സ്കേർട്ട് പാർട്ടാണ്, ഇത് സ്ലീവിൻ്റെ പാർട്ടാണ്. കണ്ടോ? ഇതിങ്ങനെ വരും. ജോയിൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിവിടെ ആയിട്ട് വരും. ഇത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ചുരുക്കി വെച്ച് കഴിയുമ്പോൾ ഈ ലെവൽ ഓക്കെ ആയി. ഇനി ഈ നടുക്കത്തെ ഫ്രണ്ടിലത്തെ പീസ് മാറ്റിയിട്ട് പകരം നമുക്കിവിടെ വേറൊരു കളർ കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയല്ലേ കാണാൻ. ചുരിദാർ പീസിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതങ്ങ് എടുക്കുക. ഈ നടുക്കത്തെ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് ഇത്രയും ഒന്ന് കിട്ടിയാൽ മതി. ഈ ഒരു ഷേപ്പിന് നമുക്കൊന്ന് കിട്ടിയാൽ മതി. ഒരു സൈഡിൽ നിന്ന് അങ്ങ് മുറിച്ചെടുത്തതാണ്. വേറെ കട്ട് പീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ ഇപ്പോൾ ഇത് ഏകദേശം നല്ല മാച്ചിങ് ആണെന്ന് തോന്നിയോണ്ട് ഞാനിത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതേ ഷേപ്പിൽ നമുക്ക് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളർ ചെയ്യുന്നത് നല്ല ഭംഗിയാണ്. കണ്ടോ? ഇതേപോലെ വെച്ചിട്ട് കണ്ടോ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഓൾറെഡി ഇത് തയ്യൽ തുമ്പെല്ലാം ഇട്ട് ചെയ്തിരിക്കുന്നതാണല്ലോ. എന്നിട്ട് ആ ഷേപ്പിന് നമുക്ക് ഫ്രണ്ട് പീസ് ചെയ്യുമ്പം ഇത് വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാർട്ടെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതിങ്ങനെ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ആയിട്ട് വരും. ഇത് ബാക്ക് പീസിൽ വെക്കാനായിട്ടാണ് കേട്ടോ. ഫ്രണ്ട് പീസിൽ മാത്രമേ നടുക്കത്തെ പീസ് മാറ്റിയിട്ടുള്ളൂ. കണ്ടോ? ഇതിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വരും. ഇത് ഈ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ആയിട്ട് വരും. എന്നിട്ട് സെൻറ്ററിൽ ഇതിങ്ങനെ വരും. കണ്ടോ? എന്നിട്ട് ഇതിനെ നിവർത്തി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഇത്രയും പീസ് വെച്ച് ഇനി നമുക്ക് ഈ ഒരു ഭാഗം വെക്കുമ്പോൾ ഇത് ഇങ്ങനെ ചേർന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കണം. ഈ ഒരു ഭാഗം ഇങ്ങനെ ചേർന്ന് ഇവിടെ വന്നിരിക്കണം. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുപോലെ ഇരിക്കണം. കേട്ടോ? നൈറ്റി കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഈ സ്ലീവിൻ്റെ ഭാഗം നിവർക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിപ്പം ബാക്കി സൈഡിൽ അങ്ങാ സൈഡിൽ ഇതേപോലെ ഈ വെച്ചിരിക്കുന്നത് പോലെ ഈ പീസ് അപ്പുറത്തും എല്ലാം വെച്ച് കൊടുത്ത് അതിനെ സെറ്റ് ചെയ്ത് എടുക്കണം. അതായത് കണ്ടോ ഇവിടെ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് നിവർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതുപോലെ നിവർത്ത് ഇട്ട് ഇതുപോലെ കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ബാക്ക് സൈഡിലത്തേത് നമ്മൾ സെയിം കളർ തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണിത് വെക്കുന്നത്. കണ്ടോ? എന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഈ പീസ് ഫ്രണ്ട് പീസ് നമ്മൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ സൈഡിൽ നമ്മൾ അതുപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ ജോയിൻ്റ് ഒന്നും ഇല്ല, ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇനി സ്റ്റിച്ചിങ് നമുക്കിനി അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് വെക്കുക. ഇത്രയും കാര്യം ചെയ്ത് വെച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് എടുത്ത് വെച്ചേക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് മാത്രം ബാക്കി. ഡൗട്ടുള്ളവർ കട്ട് ചെയ്യരുത്, കാണിച്ചിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ.